ഉത്രാടദിനമായിട്ട് ഞാൻ രാവിലെ 6:30 ആയി കേട്ടോ എഴുന്നേറ്റപ്പം. 6 മണിക്ക് അലാറമൊക്കെ വെച്ചു, പക്ഷേ 6:30 എഴുന്നേറ്റപ്പം ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ അതാ ആങ്ങളെയും വന്നു കേട്ടോ. പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വേഗം ചെയ്ത് തീർത്തിട്ട് ചായയൊക്കെ ഇട്ട് ഞങ്ങളും കുടിച്ചിട്ട് ഞങ്ങൾ ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും ഇറങ്ങി കേട്ടോ. കാരണം നേരത്തെ വീട്ടിൽ വരണം, വറുക്കാനുള്ള ചിപ്സ് വറുക്കാനുള്ള കുരയൊക്കെ എണ്ണ എടുക്കാൻ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ റെഡിയായിട്ട് ഇറങ്ങി കേട്ടോ. അങ്ങനെ ഞാനും മോനും കൂടിയാണ് അണ്ണൻ വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാൻ. ഏട്ടന് വർക്കുണ്ട്, ഏട്ടൻ രാത്രിയായിട്ട് എത്തിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ റെഡിയായിട്ട് ഇറങ്ങി കേട്ടോ. റെഡിയായിട്ട് ഇറങ്ങി ഞങ്ങൾ വീട്ടിൽ നിന്ന് തിരിച്ചു കേട്ടോ. ഏട്ടന് ടാറ്റയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു. ഏട്ടയില്ലാത്തതെന്തോ ഭയങ്കര നെഗറ്റീവായിരുന്നു ഇറങ്ങിയപ്പം. കാരണം ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങുന്നതുകൊണ്ട് ഏട്ടയില്ലാതെ ഇറങ്ങിയപ്പോൾ ഒരു സങ്കടം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, പിന്നെ ഞങ്ങൾ സെറ്റായി കേട്ടോ. പിന്നെ ഞങ്ങൾ പോരുന്ന ഇതാണ് കേട്ടോ കോഴഞ്ചേരി പാലം. ഈ വെള്ളപ്പൊക്കം, ഈ തവണത്തെ വെള്ളപ്പൊക്കം കയറിയപ്പോൾ ഇവിടെ ഈ കോഴഞ്ചേരി പാലത്തിന് മുക്കാലും വെള്ളം വന്നായിരുന്നു കേട്ടോ. വെള്ളം വന്നിട്ട് പോച്ചയുടെ കാട്ട് കയറിയ ഭാഗമില്ല, അവിടെ എല്ലാം വെള്ളമായിരുന്നു കേട്ടോ. ആ സമയത്ത് ഞങ്ങൾ ഇതുപോലെ പത്തനംതിട്ടയ്ക്ക് വന്ന ടൈമായിരുന്നു. അങ്ങനെ വെള്ളം കയറി വന്നു. ഇതിൻ്റെ നാട്ട് പൊട്ടിപ്പോയി കേട്ടോ. എന്താണെന്നുള്ളത് ബാഗിന് വെയിറ്റ് ഉള്ളതുകൊണ്ടായിരിക്കും തോളുന്നുണ്ട് ഒറ്റപോലെ വേദനയായിരുന്നു. അങ്ങനെയും ഒന്ന് വീട്ടിൽ എത്തിയാൽ പറഞ്ഞിരിക്കുമായിരുന്നേ. അങ്ങനെ ഇതാ വീട്ടിലെത്തിയപ്പോൾ അമ്മ ജോലിയാണ് കേട്ടോ. പിന്നെ അണ്ണൻ കടലക്കറിയും നമ്മുടെ പൊറോട്ടയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം കൂടി ഇരുന്ന് അത് കഴിച്ചു കേട്ടോ. അപ്പോൾ റൂമൊക്കെ തുടച്ചിട്ടേക്കുന്നുണ്ട്, അടുക്കളയിൽ തന്നെ ഇരുന്നാണ് കഴിച്ചത്. പിന്നെ ഉച്ചക്കത്തേക്കിനുള്ള ഫുഡ് അമ്മ പറഞ്ഞു എന്നോട് തയ്യാറാക്കാൻ പറഞ്ഞു. അമ്മ ബാത്റൂമൊക്കെ കഴുകി ബാക്കിയുള്ള കുറച്ച് ക്ലീനിങ് ആയിരുന്നു, അത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അടുക്കളയുടെ പണി ഞങ്ങളവിടെ നിർത്തിയിട്ട് പുറമേയുള്ള ബാക്കി പണികളൊക്കെ ഒതുക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ പിന്നെ പയറുതോരനാക്കി വെച്ചു. പയറുതോരനാക്കാൻ വേണ്ടി പയറുതോരനാക്കി ചേമ്പ് കറിയും വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പയ്യെ ഒരു മൂലയിൽ നിന്ന് തുടങ്ങി. ഈ മണ്ടയ്ക്കിരിക്കുന്ന പൊടികളൊക്കെ ഇട്ട് ചെന്ന ടിന്നുകളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ, ഈ മാസം ആദ്യം വന്നപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നു. അത് തൊടേണ്ട ആവശ്യമൊന്നുമില്ല, അവിടെ എല്ലാം വൃത്തിയായിരുന്നു. പിന്നെ നമ്മൾ അരകല്ലിരുന്ന ഭാഗം കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു, അവിടെയൊക്കെ പൊടിയൊക്കെ ആയിരിക്കുമായിരുന്നു. അതുകൊണ്ട് അമ്മ ഈ ചൂല് വാങ്ങിച്ച വലിയ വര കേട്ടോ. അവിടെയൊക്കെ തൂത്ത് വൃത്തിയാക്കാൻ വളരെ പെട്ടെന്ന് തന്നെ അവിടുത്തെ ചെറുന്തരൊക്കെ അടിക്കാനും പറ്റിയേ. അങ്ങനെ പിന്നെ അവിടെ എല്ലാം തൂത്തുവാരി തേച്ച് കഴുകി ഇറക്കി കേട്ടോ. അങ്ങനെ അവിടെ എല്ലാം വൃത്തിയാക്കിയിട്ട് കുറച്ച് തുണിയൊക്കെ വിരിക്കാനുണ്ട്, നമ്മളോട് പോയി അതൊക്കെ വിരിച്ചതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ അവിടെ തുണി വിരിക്കാൻ നിന്നപ്പോഴാണ് വിഷ്ണുവിനും വിളിച്ചിട്ട് പറഞ്ഞ് വെട്ടും എടുത്തിട്ട് വരും. ഞങ്ങളുടെ ഇവിടെ ഇതിന് വെട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങളവിടെ എന്താണെന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ അതും എടുത്തിട്ട് വരുന്ന വേറെ എന്തിനുമല്ല, നമ്മൾ ഉത്രാടദിനത്തിന് പിണ്ടി വെട്ടി വിളക്ക് വെക്കും. അപ്പം കാണിച്ചു തരാം കേട്ടോ അതങ്ങനെയാണെന്ന്. ഇവിടെ എല്ലാ വീടുകളിലും അങ്ങനെ വെക്കുകയോ ഓണാഘോഷിക്കുന്ന എല്ലാ വീടുകളിലും അതങ്ങനെ വെക്കും. അങ്ങനെ പിണ്ടി വെട്ടാൻ വേണ്ടിയാണ് അണ്ണൻ വെട്ടുമ്പോൾ ചോദിച്ച്. പിച്ചാത്തി വെച്ച് വന്നതാണ്, പക്ഷേ പിച്ചാത്തി വെച്ച് വെട്ടാൻ പറ്റുന്നത് ഇത്തിരി വലിയ പിണ്ടിയായിരുന്നേ. അങ്ങനെ വെട്ടുമ്പോൾ കൊണ്ട് കൊടുത്ത് അണ്ണൻ പിണ്ടിയൊക്കെ വെട്ടിയെടുത്ത് അത് ഇനി വൃത്തിയാക്കി എടുക്കണം പിണ്ടി കേട്ടോ. അപ്പം അതെല്ലാം നിങ്ങളെ കാണിച്ച് തരാം. അണ്ണന് ഈ പിണ്ടിയിലെ കുറേ തോടുള്ളത് കേട്ടോ. അങ്ങനെ വൃത്തിയുള്ള ഭാഗമാണ് എടുക്കുന്നത്. അതാണ്ട് ഈ വയലിലാണ് കഴിഞ്ഞിടയ്ക്ക് വെള്ളപ്പൊക്കം കയറിയപ്പോൾ വെള്ളം കയറിയത്. വെള്ളം കയറി ഇതാ നമ്മുടെ ഈ വളവ് വരെ കയറി. വളവെന്ന് വെച്ചാൽ എന്താണെന്ന് അറിയത്തില്ലായിരിക്കും. ഈ വളവെന്ന് ഞങ്ങൾ പറയുന്നത് ഈ വയലിനോട് ചേർന്ന് കിടക്കുന്ന പറമ്പില്ലേ, ആ ഭാഗമാണ് നമ്മൾ വളവെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അവിടം വരെ ഏറ്റവും താഴത്തെ അയ്യമാണ്. അയ്യെന്ന് വെച്ചാൽ പറമ്പാണ് കേട്ടോ. അങ്ങനെ അവിടം വരെ വെള്ളം കയറിയായിരുന്നു. അങ്ങനെ പിന്നെ അണ്ണൻ പിണ്ടി എടുത്ത് വന്ന് മേളിൽ കൊണ്ട് വെച്ചിട്ട് അണ്ണൻ വൃത്തിയാക്കി കേട്ടോ. ഇത് കാണുന്നൊരു കുഞ്ഞു ഷെഡ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ആങ്ങളുടെ നാടകീകരമായി അണ്ണൻ്റെ കുറച്ച് കലാവിരുദ്ധകൾ അതിനുള്ളിലാണ് പറയുന്നത്. അങ്ങനെ അണ്ണൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അണ്ണൻ കെട്ടിയൊരു ഷെഡാണ് കേട്ടോ. ടെക്സ്റ്റ് പുസ്തകങ്ങളൊക്കെ വെച്ച് അതുപോലെ സിനിമ കാണാനൊക്കെ അണ്ണൻ ചെറുതായിട്ട് കെട്ടിയ ഷെഡായിരുന്നേ. അങ്ങനെ പിന്നെ കിളിമീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വെട്ടിയ സമയം അമ്മ പൊരിച്ചു കേട്ടോ. പിന്നെ ഇതാ പിണ്ടി ഇവിടെ കുത്തി വെച്ചിട്ടുണ്ട്. ഇനി വൈകിട്ട് എനിക്ക് പിണ്ടി എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന്. എന്നിട്ട് പിന്നെ ഞവരയും പൊരിച്ചതും ചേമ്പ് കറിയും പയറുതോരനൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെയും പണി തുടങ്ങി കേട്ടോ. ഇന്ന് റെസ്റ്റില്ലാത്തൊരു ദിവസമായിരുന്നു. അമ്മ താണ് മുറ്റമൊക്കെ തൂത്ത ടൈം കൊണ്ട് ഞാൻ കിച്ചൺ വൃത്തിയാക്കാമെന്ന് വെച്ചിട്ട് കിച്ചണിൻ്റെ പാതകമെല്ലാം നിരന്ന് കിടക്കുമായിരുന്നു. പക്ഷേ ആ ടൈമിൽ വെറുതെ ആയിപ്പോയി കേട്ടോ. പിന്നെ വൃത്തിയാക്കിയത് പിന്നെ നിരന്ന് കേട്ടോ. പിന്നെ അങ്ങനെ പാതകമെല്ലാം തൽക്കാലം അപ്പോൾ ഉച്ചയ്ക്ക് നിരന്ന പാത്രമെല്ലാം കഴുകി പറക്കി വെച്ച് അവിടെ എല്ലാം വൃത്തിയാക്കി ഞാനും വിഷ്ണുവിനോട് റെഡിയായിട്ട് ഓമിൽ വരെ പോയി കേട്ടോ. കുറച്ച് അത്യാവശ്യ കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് കുറച്ച് തുണി എടുക്കാനുണ്ടായിരുന്നു. മൺചിര അത് മിസ്സിങ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാ കൊല്ലവും എടുത്തുകൊണ്ടിരുന്ന മൺചിര അത് മിസ്സിങ് ആയിരുന്നു. അപ്പോൾ അത് കുറച്ച് വാങ്ങണമായിരുന്നു. അങ്ങനെ അതും വാങ്ങി ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് പിന്നെ ഒരു ഗിഫ്റ്റ് വാങ്ങാനുണ്ടായിരുന്നു, അത് വാങ്ങി. അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങി വീട്ടിൽ വന്നു. പിന്നെ അമ്മയ്ക്കൊരു നൈറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഷേപ്പ് ആക്കാൻ വേണ്ടി ഞാൻ ഒരു വീട്ടിൽ വരെ പോയായിരുന്നേ.
അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്നപ്പോൾ അപ്പോഴേക്കും അണ്ണൻ ഇത്രയൊക്കെ വിളക്ക് കത്തി ഞങ്ങൾ ഇത്ര സെറ്റപ്പ് ആണ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മഴയാണെങ്കിൽ ഇന്ന് എങ്ങനെയുണ്ട് ഇങ്ങനെ അപ്പോഴപ്പോഴപ്പോഴപ്പോഴാ പെയ്ത് മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോഴപ്പോഴാ പെയ്യുമായിരുന്നു. പിന്നെ അമ്മ താണ്ട് ചിപ്സ് വറുത്ത സമയം കൊണ്ട് ഞാൻ തക്കാളിക്കറി വെച്ചിട്ട് അതിനിടയിൽ ഇതാ വെല്ലിച്ചൻ വാഴയില കൊണ്ട് തന്നു. സദ്യക്കുള്ള വാഴയില റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയുള്ള എല്ലാം വെല്ലിച്ചനാണ് കേട്ടോ കൊണ്ട് തരുന്നത്. വാഴയില, പിന്നെ തേങ്ങ, അങ്ങനെ കുറേ സാധനങ്ങൾ വെല്ലിച്ചനാണ് കേട്ടോ തരുന്നത്. അങ്ങനെ പിന്നെ അതാണ്ട് ചിപ്സൊക്കെ വറുത്ത് കോരി അമ്മ. അതിൻ്റെ കൂടെ ഞാൻ തക്കാളിക്കറി വെച്ചു. പിന്നെ ഉണക്കമീൻ വെട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പം ഈ സമയമില്ല സമയത്ത് എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ വൈകിട്ട് ഉത്രാട പൂജ വെക്കും. ഉത്രാട ഭക്ഷണം വെക്കുവേ. അപ്പം അത് വെക്കാൻ വേണ്ടി നമുക്ക് വൈകിട്ടത്തേക്കിന് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കും കേട്ടോ. അപ്പം അങ്ങനെ ഉണക്കമീൻ പൊരിക്കാനൊക്കെ വെച്ച് അതൊക്കെ കഴിഞ്ഞ് സന്ധ്യ 6:30 ആയപ്പോൾ വിളക്ക് കത്തിച്ചു കേട്ടോ. അണ്ണനാണ് വിളക്ക് കത്തിച്ചത്. പിന്നെ പിണ്ടിയിലൊക്കെ നല്ല സെറ്റായിട്ട് മൺചിരാത് വെച്ചിട്ട് കത്തിച്ച് വെക്കുമ്പോൾ ഒരു ഐശ്വര്യം തന്നെ വരും കേട്ടോ. വീടിന് ചുറ്റിനും മൺചിരാതൊക്കെ വെച്ച് കത്തിച്ചു. അങ്ങനെ നല്ല ഭംഗിയില്ലേ. എല്ലാ വീട്ടിലും ഞാൻ കാണിക്കുന്നുണ്ട്. വെളിച്ചൻ്റെ വീട്ടിലുണ്ട്. പിന്നെ മേലിലോട്ട് കയറുമ്പോൾ എല്ലാ വീടുകളിലും ഇപ്പോൾ ഇങ്ങനെ ഇപ്പോഴും നല്ല പണ്ടോട്ടേ ഇങ്ങനെ വെക്കുന്നുണ്ട്. അങ്ങനെ പിണ്ടിയിൽ വിളക്കൊക്കെ വെച്ച് കത്തിച്ച് ചുറ്റിനും ഇങ്ങനെ വിളക്ക് വെച്ച് എത്തിക്കുമ്പോൾ ഒരു വീടിനൊരു ഭംഗി ഐശ്വര്യമൊക്കെ വരുന്നുണ്ട്. നമുക്കൊരു ഓണ ഫീലിംഗ് തന്നെ വരും കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അതിൻ്റെ കുറേ വീഡിയോസൊക്കെ എടുത്ത് നടന്നു കേട്ടോ. എന്നിട്ട് പിന്നെ കാവിൽ വിളക്ക് കത്തിക്കും കേട്ടോ. ഉത്രാടം എല്ലാ മലയാള മാസം 1-ാം തീയതി തിരുവോണത്തിനൊക്കെ കാവിൽ വിളക്ക് കത്തിക്കും. അങ്ങനെ കാവിൽ പോയി തൊഴുതു. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് കുറച്ച് ജോലി കൊണ്ട് പിന്നെ അടുക്കളയിൽ തന്നെ കയറിയിട്ട് അമ്മ എൻ്റെ ഇടയിൽ ഒരു പാല് കാച്ചിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ എത്തില്ല. അമ്മ വന്ന ഉടനെ അമ്മ ഇത് വൃത്തിയാക്കാൻ കയറുമെന്ന് വിചാരിച്ച് ഞാനങ്ങ് വൃത്തിയാക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ നമ്മുടെ അടുപ്പിൻ്റെ അവിടെ എല്ലാം തൂത്തുവാരി കഴുകി. ഇനിയിപ്പം തിരുവോണത്തിന് നാളെ ചോറ് വെക്കാൻ തീ കത്തിക്കണം. അപ്പം കഞ്ഞി വെക്കാൻ വേണ്ടി തീ കത്തിക്കുന്നതിന് മുമ്പ് നമ്മളിതെല്ലാം കഴുകിയിടും കേട്ടോ. അങ്ങനെ എല്ലാം കഴുകി ചാരമൊക്കെ തൂത്തുവാരി ഞാൻ എല്ലാം കഴുകി. അത് കഴുകി കഴിയുമ്പോൾ ഉത്രാടത്ത് വൈകിട്ട് ഭക്ഷണം വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ചിത്രം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മുട്ടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും പണിയാൻ കയറിയിട്ട് ഞങ്ങൾക്ക് ഇന്നും ഫുൾ അമ്മയ്ക്കും എനിക്ക് ഇത് തന്നെയായിരുന്നു പണി. അടുക്കളയിൽ നിന്നൊരു രക്ഷയില്ലായിരുന്നു. ഞാൻ പിന്നെ തേങ്ങ പൊതിച്ചു. അമ്മ പാത്രമൊക്കെ കഴുകി ഒതുക്കി. പിന്നെ തറയൊക്കെ പാദമൊക്കെ കഴുകി വൃത്തിയാക്കി അടുക്കളയെല്ലാം ഒതുക്കിയിട്ട് അമ്മക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഒരു രക്ഷയില്ലായിരുന്നു. ഇത്തവണ ഇട്ട് കൊടുത്തേ പറ്റത്തുള്ളായിരുന്നേ. അങ്ങനെ അവൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുത്തു. ചേട്ടൻ്റെ മോളുടെ കുഞ്ഞാമ്മി പെണ്ണ് അവൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുത്തു. അങ്ങനെ പിന്നെ അമ്മയ്ക്ക് മൈലാഞ്ചി ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് മൈലാഞ്ചി ഇട്ട് കൊടുത്തു. എല്ലാവർക്കും സെയിം ഡിസൈനാണ്. അതാണ് വേറൊരു ഡിഫറെൻറ്റ് കേസ് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഉത്രാട ദിവസം ഞങ്ങൾ കിടക്കാൻ പോകണമെങ്കിൽ നാളെ രാവിലെ 3 മണിക്ക് എണീക്കണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.